ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ ഉണ്ടല്ലോ, ഹുഡിൻ്റെയും ഹോബിൻ്റെയും ഡീപ്പ് ക്ലീനിങ്ങും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അത്. അപ്പോൾ അത്രയും പഴക്കം ഇതിനുണ്ട്. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല മടിയായിരുന്നു കേട്ടോ. എന്തോ ഈ ക്യാമറയും കൊണ്ട് നടക്കാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം. വേറെ ഒന്നുമല്ല, നമ്മളെ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹെക്റ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഫ്രീ ആയി ഒന്ന് വിൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്പേസ് എടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോസിന് റീച്ചും കുറവാണ്, കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ചിലപ്പോൾ വ്യൂസൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടലില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പം എന്തിനാണ് ഈ വീഡിയോ ചെയ്തിട്ട് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ചെറിയ രീതിയിലൊരു മടിയൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പാക്കാൻ എന്തോ എനിക്ക് പറ്റുന്നില്ല. അത്ര ഇഷ്ടമാണ് ഇതുപോലെയുള്ള റെസിപ്പീസും കാര്യങ്ങളും പുതിയത് ട്രൈ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പാഷൻ്റെ പുറത്താണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചർ ഉണ്ട്. കമൻറ്റ് സെക്ഷന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ഹൈപ്പും കൂടി ഒന്ന് തരാം കേട്ടോ. ആരെങ്കിലും ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് ചെയ്തു പോകണേ. അങ്ങനെ ക്ലാസ്സില്ലാത്ത ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷേ സാധാരണ കയറുന്നതിലും കുറച്ചുകൂടി നേരത്തെയാണ്, കാരണം ഹസ്ബൻഡിന് വർക്കിന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തത്. മുട്ട റോസ്റ്റും നെയ്പത്തിരിയാണ് കേട്ടോ. ഈ 2 ഐറ്റത്തിനും ഒരു പ്രത്യേകത ഉണ്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ മുട്ട റോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒറ്റ കുക്കറിൽ ഒരു 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പം എന്നാലും പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. മുട്ട റോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർക്കുക. കൂടെ കുറച്ച് ഗരം മസാലയും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു കുക്കറിൽ കൊള്ളുന്ന ഒരു പാത്രം എടുക്കുക. ഞാൻ ആദ്യം എടുത്തപ്പോൾ പാത്രം കൊണ്ടില്ല, അപ്പോൾ വേറെ മാറ്റിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങാനുള്ള മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുട്ട പുഴുങ്ങി വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെക്കുക, 2 വിസിലടിപ്പിക്കുക ഹൈ ഫ്ലെയിമിൽ. ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് ആ മുട്ട ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതിലേക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ തന്നെ മതി. മുട്ട റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നെയ്പത്തിരി നോക്കാം കേട്ടോ. അപ്പോൾ ഈ നെയ്പത്തിരിയൊക്കെ ഒതൻറ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കാന്ന് പറയുമ്പം അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് പണിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് അതിന് വേണ്ടി എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ, ജീരകം, ചുവന്നുള്ളി. ഇനി സാധാരണ നമ്മൾ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പുട്ടുപൊടി ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് തരം പുട്ടുപൊടി വേണമെങ്കിലും എടുക്കുക. പക്ഷെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഏതാണെന്ന് അറിയോ, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പച്ചവെള്ളത്തിൽ കുഴക്കുന്ന കണ്ണൂർ പത്തിരിപ്പൊടി, ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ പുഴുക്കരി വെച്ചിട്ട് ചെയ്യുന്നത്, അത് ഞാൻ ഈ പ്രാവശ്യം പൊടിപ്പിക്കാൻ കൊടുത്തപ്പം മില്ലുന്ന ആൾക്കാർ അത് മാറിയിട്ട് പുട്ടിനാണ് എനിക്ക് പൊടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പുട്ടുപൊടി ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുട്ടുപൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞാൽ നമ്മൾ ചോറ്റരി ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോറ്റരി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ സാധാരണ പുട്ടുപൊടി ആണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിതിന് മുന്നേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡബിൾ ഹോസിൻ്റെ ഒക്കെ പുട്ടുപൊടി ഉണ്ടാവില്ല, അത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ തന്നെ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പുട്ടുപൊടി വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇനി നമ്മൾ ആ ഒരു ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ, ജീരകം, ചുവന്നുള്ളി ആ ഒതുക്കിയ സംഭവം അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം കുറേ കാലമായിട്ട് പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് തന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ നല്ല ചൂട് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ഒരു ട്രിക്ക് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാനിൽ മൊത്തം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാട്ടി കുഴച്ചെടുക്കുന്നത്. ആ ഒരു രീതിക്കാണ് ഞാൻ നൈസ് പത്തിരി ഉണ്ടാക്കല്. അതുകൊണ്ട് തന്നെ കൈ വെച്ച് കുഴക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവലില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ചെയ്യുമ്പോൾ കൈക്ക് നല്ല ചൂട് പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ മുട്ട റോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഇത് പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മുങ്ങി പൊരിയാൻ ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് മുങ്ങാൻ പാകത്തിനുള്ള എണ്ണ എടുക്കുക, കാരണം അതിലൊരു പിശുക്ക് വേണ്ട കേട്ടോ. എന്ന് കരുതി ഈ ഒരു പത്തിരി ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നല്ലോണം ചൂടാവണം, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനിത് ഹസ്ബൻഡ് പോകാൻ കുറച്ച് ലേറ്റ് ആവുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് ഞാൻ ചൂടായപ്പോൾ തന്നെ ഇട്ടതാണ്. പക്ഷേ ശരിക്കും അങ്ങോട്ട് എന്താ പറയുക, ആ ഒരു നല്ലോണം ചൂടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലത് എനിക്കങ്ങനെ താനേ പൊന്തി വന്നിട്ടില്ല. ഞാനിങ്ങനെ പഫ് ചെയ്തിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം, നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചാൽ അതിങ്ങനെ താനെ കുറച്ച് കഴിയുമ്പോൾ താഴ്ന്ന മേലേക്ക് ഇങ്ങനെ പൊന്തി പഫായിട്ട് വരും. ആ ഒരു രീതിയിൽ ഈ ഒരു അപ്പവും വരും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിരി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് താഴെ പോയിട്ട് നല്ല ചൂടുണ്ടെങ്കിൽ അത് താനേ മേലേക്ക് വന്നിട്ട് അങ്ങനെ പഫായി നിൽക്കും, നെയ്യപ്പം പോലെ പൊള്ളി വരും കേട്ടോ. ആ സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഞാൻ അതിന് ശേഷം ഇട്ട ആ സെക്കൻഡ് തേർഡ് മുതലുള്ള ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ എനിക്ക് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ കൈവച്ച് യാതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് പരത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പരത്തുമ്പം പ്രസ്സിൽ പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ കൈവച്ചിട്ട് ഇതുപോലെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് ഒരു ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ തിക്നെസ്സായിട്ട് പരത്താൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നല്ലോണം പൊള്ളി എന്താ പറയുക നല്ല പോക്കറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗം പൊള്ളി ചില ഭാഗം പൊള്ളാണ്ട് അങ്ങനെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം പൊള്ളി നെയ്യപ്പം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്നും കൈവച്ചൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് അടുത്ത് പരത്തുമ്പോഴത്തേക്കും ഇത് പൊള്ളിയിട്ട് മേലേക്ക് വരും. അപ്പോൾ പിന്നെ ജസ്റ്റ് അതൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സംഭവം നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ മുളകിട്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ ഒരുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറേയൊക്കെ ആ ഒരു ഷീറ്റിൽ വെച്ച് പരത്തി പിന്നെ ഞാൻ കൈ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു തലക്കൽ ഹസ്ബൻഡും ചെറിയ ആളും എണീറ്റ് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്, മറ്റാൾ പിന്നെ എണീറ്റിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാക്കി കുടിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ നമ്മളെ ചുടൽ ഏതായാലും ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ ഞാൻ വെറുതെ പറയല, നന്നായിട്ട് പഫായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉൾഭാഗം നല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. പക്ഷെ നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു രീതിയിൽ ഇത് കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫീഡ്ബാക്സും കൂടി ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒരു എൻകറേജ്മെൻറ്റ് ആവുമല്ലോ അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള മാവ് തന്നെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എടുത്തുണ്ടാക്കാം. അല്ലെങ്കിൽ തലേന്ന് മാവ് ഇതുപോലെ കൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ പെട്ടെന്ന് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞത് അവർ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അനിയൻ്റെ മോളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കളികളൊക്കെ ഇവർ കുറേ നേരം ഇരുന്ന് കളിക്കും, കുറച്ച് നേരമൊക്കെ മര്യാദയ്ക്ക് കഴിക്കും, പിന്നെ തമ്മിൽ അടി പിടിയൊക്കെ ആവും കേട്ടോ. പക്ഷെ എന്നാലും കുറേ നേരം ഇങ്ങനെയുള്ള കളികൾ, ഈ വെള്ളം വെച്ചിട്ടുള്ള കളികൾക്കാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഇവരെ കളിക്കാൻ നിർത്തൽ. അതാകുമ്പോൾ പിന്നെ വെള്ളം കൊണ്ട് കളിച്ചാൽ നമുക്ക് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി, വലിയ സീനില്ല. അകത്തേക്ക് അങ്ങനെ കച്ചറയും കാര്യങ്ങളൊന്നും ആവില്ല. അവർക്കും കളിക്കാൻ നല്ല ഇഷ്ടമാണ് ഈ ഭാഗത്തിരുന്നിട്ട്. ഈ ഒരു ഏരിയ നമ്മളൊരു കോർട്ട്യാർഡ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നത്തേക്ക് വെച്ചതാണ്, ഒരു സെക്കൻഡ് ഫേസ് എന്ന നിലക്ക്. പക്ഷേ ഇപ്പം തോന്നുക ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നീട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനകത്ത് എൻ്റെ ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എപ്പോഴും ഒരേ വീഡിയോ ഒരേ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറടിക്കും, എനിക്കും ബോറടിക്കും ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ക്ലീനിങ് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ആക്കാത്തത്. എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സ് പറഞ്ഞു തരാനോ അതല്ലാന്നെങ്കിൽ എന്തെങ്കിലും ഡീപ്പ് ക്ലീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ചില മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ഉൾപ്പെടുത്താറുള്ളത്. കാരണം ഈ ഒരു വീഡിയോ വെറുതെ കണ്ടുപോയാൽ പോരല്ലോ, കാണുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു റെസിപ്പിയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ. ഇപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾക്കൊരു മൂഡ് തോന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ഞാനും വീഡിയോസ് എടുക്കാറുള്ളൂ. അല്ലാതെ എല്ലാവരും പോലെ നോർമൽ ലൈഫ് തന്നെയാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും വിചാരം വീട്ടിലെന്നും സ്പെഷ്യലാണ്, അല്ലെങ്കിൽ എന്നും ഇതുപോലെ ഓരോരോ ഐറ്റംസാണ്. അങ്ങനെയൊന്നുമല്ല. ചില ദിവസങ്ങൾ നമ്മൾ പരീക്ഷിക്കുന്ന ടൈമിലാണ് വീഡിയോസ് എടുക്കാറ്. അല്ലെങ്കിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്.
അല്ലാതെ വെറുതെ എല്ലാ വീട്ടിലും ഉള്ള പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇവളെ കളി പെട്ടെന്ന് കഴിയും, കാരണം ഒരു പെട്ടെന്ന് ഓളെ ഒഴിവാക്കൂട്ടോ അവിടുന്ന്, കാരണം ഭയങ്കര കച്ചറാണ്. ഓരോ കളിയും കൂടി ഓളില്ലാണ്ടാക്കും. പിന്നെ ഓൾ ഇവിടെ അകത്ത് വന്നിട്ട് പിന്നെ ഓളെ വെറുതെ JCBയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള കളിയിലാണ്. അപ്പോൾ ഞാനത് മൈൻഡാക്കാൻ പോയില്ല. അപ്പോഴത്തേക്കും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാഷാഅല്ലാഹ് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ട്. ചില ദിവസം നമ്മൾ ലേറ്റായിട്ട് എണീറ്റാലും പെട്ടെന്ന് പണികൾ തീരും. പക്ഷെ നേരെ മറിച്ച് ചില ദിവസം എത്ര നേരത്തെ എണീറ്റാലും ഒരു പണിയും തീരൂല. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആ ഒരു ദിവസം നമ്മൾ ചിലപ്പം ഒന്ന് ഉഴപ്പി നിന്നിട്ടുണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, അതായത് ഇപ്പോൾ കുറച്ച് കൂടുതൽ എക്സ്ട്രാ നമ്മൾ ഡെയിലി എടുക്കാത്ത പണികൾ എന്തെങ്കിലും ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് ഞാൻ കഞ്ഞി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം ഒരിക്കലും പറയരുത്, കാരണം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കേശ ഉണ്ടാവുന്നതിന് മുന്നേ വരെ, കേശ ഉണ്ടായതിന് ശേഷം കുറച്ച് കുറവാണ്, അതിന് മുന്നേ വരെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എപ്പോഴായാലും എനിക്ക് 10 മണി ഒരു 11 മണി ആ സമയമാകുമ്പം കഞ്ഞി ഇങ്ങനെ കുടിക്കാൻ തോന്നും കേട്ടോ. അതങ്ങനെ ഒരു ശീലിച്ചതുകൊണ്ടാണ്. വീട്ടിലുണ്ടെങ്കിൽ കഞ്ഞി മസ്റ്റാണ്. അപ്പോൾ അത് കുറിയരിക്കഞ്ഞിനേക്കാളും ഇഷ്ടം ചോറ് വെച്ച് ഊറ്റുമ്പോൾ ചോറിൻ്റെ അടി എന്നൊക്കെ പറയും, ആ ഒരു കഞ്ഞിയാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ജസ്റ്റ് ടച്ചിങ്സ് ഒന്നും വേണമെന്നൊന്നുമില്ല, എന്നാലും ആ ഒരു കഞ്ഞി ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും അത് ഞാൻ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സ്കൂളില്ലാത്ത ദിവസം അവർക്കും കഞ്ഞി ഞാൻ കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോവും ഹുഡും ഒക്കെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് എൻ്റെ ഹോബ് അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് അതൊക്കെ ക്ലീൻ ചെയ്തത് കേട്ടോ. എത്ര ടൈം എടുത്ത് ചെയ്താലും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ കഴിക്കുമ്പോൾ കാണുന്ന ആ ഒരു എക്സ്പ്രഷനും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ഇതുപോലെ ഒരു കേടായ ഒരു ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മണ്ണിലൊന്ന് കുഴിച്ചിടാന്ന് കരുതി. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല. സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാലിൽ മാത്രമേ കുറച്ച് മണ്ണുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഞാനിതുപോലെ കേടാവുന്ന പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടും. ചിലതൊക്കെ ഉണ്ടാവും, ചിലത് പോവും. പക്ഷെ എന്നാലും നമുക്ക് മുളക് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അത്യാവശ്യത്തിനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും അങ്ങനെ ജസ്റ്റ് കളയാം. പിന്നെ ഒരു ദിവസം വെറുതെ ഒരു പാവൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ അതിങ്ങനെ ഉണ്ടായി വന്നപ്പം അത് കണ്ടപ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ പിന്നെ ഇങ്ങനെ കേടാവുന്നൊക്കെ ഞാൻ ജസ്റ്റ് അതിൽ കൊണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് കുളിച്ച് സുന്ദരികളായി. പിന്നെ നമ്മൾ അംഗനവാടിയിൽ ഒന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടോ. അപ്പോൾ കേശ കൂടെ ഉണ്ടായിരുന്നു. കേശ അംഗനവാടിയിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഓള് പണ്ട് കൊടുത്ത ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റേക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര വായനയിലുമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പോൾ ഇന്ന് ലഞ്ചിന് പയറ് തോരനും മുട്ട പൊരിച്ചതൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഹസ്ബൻഡ് ഇല്ലാത്ത ടൈമിൽ ഞാൻ ഇതുപോലെ പലതും തട്ടിക്കൂട്ടലാണ്. അപ്പോൾ പയറാണിപ്പോൾ പെട്ടെന്നൊരാഗ്രഹം കഞ്ഞി കുടിക്കാമെന്ന്. അങ്ങനെ പിന്നെ ചോറ് കഞ്ഞിയായി തന്നെ ഞാൻ ഊറ്റാതെ അങ്ങനെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുടിക്കുകയാട്ടോ ചെയ്തത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ അന്നത്തെ ദിവസം ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് അംഗനവാടി പോകാനുള്ളതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫൈനൽ ടച്ചപ്പിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ രാത്രി ഫ്രീ ഇട്ട ടൈമിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞാൽ ഒന്നും മണപ്പിച്ചില്ല അല്ലെങ്കിൽ ഒന്നും തട്ടിക്കൊട്ടി ഇതുപോലെ ഫൈനൽ ടച്ചപ്പൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലീൻ ചെയ്തത് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യണം, കാഴ്ചയിലും മനസ്സിലും ഫീൽ ചെയ്യണം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾക്കും ആ ഒരു ഫീൽ കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എത്ര വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു റൂമാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മടുപ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചില സംഭവങ്ങൾ നമുക്ക് ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ കുറേ കാലം കാണുമ്പം ചില മടുപ്പ് തോന്നും. അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റിയിട്ട് അവിടെ ജസ്റ്റ് വേറെ എന്തെങ്കിലും വെക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് വെക്കുക. അല്ലെങ്കിൽ ഫർണിച്ചേഴ്സിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിച്ച് വെക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.